ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രെഡും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുകൊണ്ട് നമുക്ക് ഇന്നൊരു അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കാം. നല്ല മൊരിഞ്ഞ നല്ല ചൂടുള്ള ഈ സ്നാക്സ് ഉണ്ടാക്കാൻ നമുക്ക് 2 ഉരുളക്കിഴങ്ങും 4 ബ്രെഡും മാത്രം മതിയാകും. നല്ല സോഫ്റ്റും പുറമെ നല്ല മൊരിഞ്ഞതുമായ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങൾ അതിലേക്ക് ബാക്കിയാക്കി വെക്കണം. നല്ല മിനുസത്തിൽ പൊടിച്ചെടുക്കരുത്. നമുക്ക് ഈ ബ്രെഡ് കഷ്ണം കൂടി അതിലേക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് നിലക്കടല എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ പോക്കി നല്ല രീതിയിൽ വെളുപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് ഇടാം. സോഫ്റ്റായിട്ട് പൊടിച്ചെടുക്കരുത്, ഇങ്ങനെ ക്രഷ് ചെയ്താൽ മാത്രം മതി. അടുത്തതായി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പ് 1 സ്പൂൺ ഇട്ട് കുറച്ച് ചുവന്ന മുളകും ചെറുതാക്കി അരിഞ്ഞിട്ടതിന് ശേഷം നമുക്കിത് ഇറക്കി വെച്ച് നമ്മുടെ മാവിലേക്ക് ചൂടോടെ തന്നെ ഇത് ചേർക്കാം. 4 ചുവന്ന മുളകാണ് ഞാനിവിടെ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഇതിലേക്ക് ഇട്ടൊന്ന് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം. ശേഷം ഒരു 5 മിനിറ്റ് അത് റെസ്റ്റ് എടുക്കാൻ വെക്കാം. ഇതിനു വേണ്ടി ഒരു മാവ് തയ്യാറാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് കടലപ്പൊടിയും അരിപ്പൊടിയും കായപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നമുക്ക് വെള്ളം ഒഴിച്ചതൊന്ന് കട്ടിയുള്ള ഒരു ബാറ്ററാക്കി മാറ്റാം. ഇവിടെ എടുത്തിട്ടുള്ളത് 3 സ്പൂൺ കടലപ്പൊടിയും 2 സ്പൂൺ അരിപ്പൊടിയുമാണ്. 1 സ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച കടലപ്പൊടിയും 1 സ്പൂൺ എള്ളും എടുത്ത് നമുക്കൊരു പരന്ന പാത്രത്തിൽ കൂട്ടി യോജിപ്പിക്കാം. സ്നാക്സുകളൊക്കെ ഉണ്ടാക്കാൻ ആരംഭിക്കാം. നമ്മൾ തയ്യാറാക്കിയ മാവിൽ നിന്നും ഒരു ഉരുളയെടുത്ത് നമുക്കിങ്ങനെ ഉരുട്ടിയതിന് ശേഷം ആദ്യം നമുക്ക് കടലപ്പൊടിയിലൊന്ന് മുക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ കടല എള്ള് ഒന്ന് പുരട്ടിയെടുത്ത് നമുക്കിത് ഒന്നുകൂടെ ഉരുട്ടിയതിന് ശേഷം നമുക്കിത് ഓരോന്നോരോന്നായി ഇങ്ങനെ ചെയ്തു വെക്കാം. നമ്മളെല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞു. അടുത്തതായി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം നല്ലവണ്ണം ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് അതിലേക്കിടാം. ചൂടുള്ള വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുമല്ലോ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ടേസ്റ്റോ അത്രക്കും രുചിയുമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഉഴുന്നുപരിപ്പാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഉള്ളിൽ കടിക്കുമ്പോൾ ഒരു ക്രിപ്സിയായി തോന്നും. പുറമേ ആണെങ്കിൽ നമ്മൾ ക്രഷ് ചെയ്ത കടലപ്പൊടിയും എള്ളുമാണല്ലോ ചേർത്തത്. പുറമേയും അങ്ങനെ തന്നെ തോന്നും. നല്ല ടേസ്റ്റുള്ള ഈ പലഹാരം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ നമ്മുടെ പലഹാരങ്ങളൊക്കെ ഏതാണ്ട് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞു. ടൊമാറ്റോ സോസോ മയോണൈസിൻ്റെ കൂടെയോ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സിമ്പിൾ ഐറ്റമാണിത്. ഇതിപ്പോൾ നല്ലവണ്ണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഉരുളക്കിഴങ്ങും ബ്രെഡും വെച്ചുകൊണ്ടുള്ള ഈ പലഹാരം വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ സ്നാക്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് കഴിക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.